ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അസിമെട്രിക് സിന്തസിസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ നമ്മൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അസിമെട്രിക് സിന്തസിസ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ അവിടെ ഒരു കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ കൈറാൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇവിടെ സബ്സ്ട്രേറ്റ് ആണ്. ഇവിടെ സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസിൽ കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് സബ്സ്ട്രേറ്റ് തന്നെയാണ്. അപ്പൊ അതിന് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കൈറാൽ ആയിട്ടുള്ള ഒരു കാർബണൽ കോമ്പൗണ്ട് ആണ്. ഓക്കെ, കാർബണൽ കോമ്പൗണ്ട് ആണ് COR. ഓക്കെ, ഇവിടെ R1, R2, R3, അതായത് ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. സോ ഈ കാർബൺ എന്താണ്? കൈറാൽ കാർബൺ ആണ്. ഈ കാർബണൈലിലെ ആൽഫ കാർബൺ എന്ന് പറയുന്നത് എന്താണ്? കൈറാൽ ആണ്. സോ ഈ സബ്സ്ട്രേറ്റിലെ ഈ കൈറാൽ ആയിട്ടുള്ള കാർബൺ ആണ് ഇനി നമുക്ക് ഫോം ചെയ്യുന്ന ഡയാസ്റ്റീരിയോമർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു കൈറൽ സെന്റർ ഫോം ചെയ്യും. സോ ഈ പുതുതായിട്ട് ഫോം ചെയ്യുന്ന കൈറാൽ സെന്റർ എങ്ങനെയാവണം എന്നുള്ളത് ഇവിടെ സബ്സ്ട്രേറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം കൈറാൽ എൻവയോൺമെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സബ്സ്ട്രേറ്റ് തന്നെയാണ്. സോ അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ടു കൈറാൽ കാർബണൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1-2 അസിമെട്രിക് ഇൻഡക്ഷൻ, അതുപോലെ തന്നെ ക്രാംസ് റൂള്, ഫെൽക്കിൻ ആൻഡ് മോഡൽ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. So substrate controlled asymmetric synthesis. This is a form of stereoselective synthesis where a chiral center already present in the molecule is responsible for selective generation of a new chiral center. പുതിയൊരു കൈറാൽ സെന്ററിന്റെ സെലക്റ്റീവ് ജനറേഷൻ ഇവിടെ റെസ്പോൺസിബിൾ ആവുന്നത് നമ്മുടെ സബ്സ്ട്രേറ്റിലുള്ള ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള കൈറാൽ സെന്റർ ആണ്. ദിസ് ആർ സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ. ഇതിനെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ മെത്തേഡ് എന്നും കൂടെ പറയും. അപ്പൊ നമ്മൾ പറഞ്ഞ അസിമെട്രിക് സിന്തസിസ് സക്സസ്ഫുൾ ഉണ്ടെങ്കിലുള്ള 2 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, പ്രസൻസ് ഓഫ് എ പ്രോ കൈറാൽ യൂണിറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ ഈ കൈറാൽ ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റ് ആണ് ഇവിടെ പ്രോ കൈറാൽ യൂണിറ്റ് ആയിട്ടുള്ള, കാർബണിലാണ് ഇവിടെ എന്താണ് പ്രോ കൈറാൽ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോ കൈറാൽ യൂണിറ്റ് നമ്മുടെ മോളിക്യൂളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവിടെ അസിമെട്രിക് ഇൻഡക്ഷനും വേണം. അസിമെട്രിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ extent of excess of one enantiomer over the other achieved in an asymmetric synthesis. നമ്മുടെ ഒരു enantiomer എത്രത്തോളം എക്സസ് ആയിട്ട് ഉണ്ടാവുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ അസിമെട്രിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. 2 ഫാക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ട് ഒരു അസിമെട്രിക് സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അസിമെട്രിക് ഇൻഡക്ഷൻ ഇസ് ബ്രോട്ട് അബൌട്ട് ഇൻ റിയാക്ഷൻ ബൈ ദ പ്രസൻസ് ഓഫ് എൻ എലമെന്റ് ഓഫ് കൈറാലിറ്റി. നമ്മൾ മുന്നേ പറഞ്ഞു, ഒരു കൈറാൽ എൻവയോൺമെന്റ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് അവിടെ അസിമെട്രിക് ഇൻഡക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. Then 1-2 അസിമെട്രിക് ഇൻഡക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ ഈ ഒരു കൈറാൽ കാർബണിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഈ ഒരു കാർബണൽ കോമ്പൗണ്ടിൽ പുതിയൊരു എന്താണ് കൈറാൽ കാർബൺ ഫോം ചെയ്യാണ്. സോ ഇവിടെ 1-2 ആണ്. ഓക്കെ, അഡ്ജസന്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. സോ ഈ കൈറാൽ കാർബൺ തൊട്ടടുത്തുള്ള കാർബണെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടുത്തെ അസിമെട്രിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് 1-2 അസിമെട്രിക് ഇൻഡക്ഷൻ ആണ്. സോ 1-2 അസിമെട്രിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോകെമിക്കൽ ഇൻഫ്ലുവൻസ് എക്സൈറ്റഡ് ബൈ എ chiral center on an adjacent reaction site in a molecule during the formation of a new chiral center. പുതിയൊരു കൈറൽ സെന്റർ ഫോം ചെയ്യുന്ന സമയത്ത് അഡ്ജസന്റ് റിയാക്ഷൻ സൈറ്റിൽ കൈറൽ സെന്റർ എന്ത് ചെയ്യാണ്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സ്റ്റീരിയോകെമിക്കൽ ഇൻഫ്ലുവൻസ് എക്സൈറ്റഡ് ബൈ എ chiral center on an adjacent reaction site in a molecule during the formation of a new chiral center. ഇതിന് എക്സാമ്പിൾ ആണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ടു കൈറാൽ കാർബണൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. Several models exist to describe chiral induction with carbonyl-carbon during nucleophilic addition. These models are based on a combination of steric and electronic consideration and are often in conflict with each other. അതായത് നമ്മൾ പറഞ്ഞു, നമ്മുടെ മോളിക്യൂളിൽ, നമ്മുടെ സബ്സ്ട്രേറ്റിൽ ഓൾറെഡി ഒരു കൈറാൽ സെന്റർ ഉണ്ട്. നമ്മുടെ കൈറാൽ, നമ്മുടെ കാർബണിലായിട്ടുള്ള ആ ഒരു പാർട്ടും കൂടെ കൈറാൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ ഓൾറെഡി ഒരു കൈറാൽ സെന്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും. അപ്പൊ അതിൽ ഏത് ഡയാസ്റ്റീരിയോമർ ആണ് മേജർ പ്രോഡക്റ്റ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മോഡൽസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ക്രാംസ് റൂള്, സെക്കൻഡ് വൺ ഫെൽക്കിൻ ആൻഡ് മോഡൽ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ക്രാംസ് റൂൾ പറയുന്നത് കൺസിഡർ ദ 4 ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ഓൺ ആൽഫ കാർബൺ വിച്ച് ഇസ് കൈറാൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു നമുക്കൊരു ആൽഫ കാർബൺ ഉണ്ട് കൈറാൽ ആയിട്ടുള്ള. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ PH, അതുപോലെ തന്നെ CH3, then
സി ഡബിൾ ബോണ്ട് ഓ CH3, ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കൈറാൽ ആയിട്ടുള്ള കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ 4 ഗ്രൂപ്പ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ ഈ കാർബണിൽ ഒഴികെയുള്ള ബാക്കിയുള്ള 3 ഗ്രൂപ്പ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? assign 3 groups other than carbonyl group as small, medium, large. ഓക്കെ, സ്മോൾ, മീഡിയം, ലാർജ് എന്ന് നമ്മൾ അസൈൻ ചെയ്യാണ്. സോ നമുക്ക് നോക്കുമ്പോൾ ഈ ഫിനൈൽ ഗ്രൂപ്പ് ആണ് ഇവിടെ ലാർജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ മിഥൈൽ ആണ് ഇവിടെ മീഡിയം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ ഹൈഡ്രജൻ ആണ് ഇവിടെ സ്മോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതാണ്. സ്മോൾ ഗ്രൂപ്പ് ഏതാണ്, മീഡിയം ഏതാണ്, ലാർജ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. Then Newman projection is written in such a way that oxygen of the carbonyl orient between a small and a medium group. ഇനി നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കുകയാണ്. അപ്പൊ നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിജൻ ഓഫ് ദ കാർബണിൽ എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം ഗ്രൂപ്പിന്റെ ഇടയിലായിരിക്കണം. സോ നമ്മൾ നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? PH വരച്ചു, ദെൻ CH3, ദെൻ H വരച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ വരച്ചു. ഇനി നമ്മൾ പറഞ്ഞത് ഓക്സിജൻ ഓഫ് ദ കാർബൺ സ്മോൾ ആൻഡ് മീഡിയം ഗ്രൂപ്പിന്റെ ഇടയിൽ ഓറിയന്റ് ചെയ്യണം എന്നാണ്. സോ ഇതാണ് നമ്മുടെ അടുത്ത കാർബൺ എന്ന് പറയുന്നത്. ആൻഡ് അതിൽ ഓക്സിജൻ എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം ഗ്രൂപ്പിന് ഇടയിലായിട്ട് നമ്മൾ ഓറിയന്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇനി അവിടെ ഉള്ളത് ഒരു മിഥൈൽ ഗ്രൂപ്പാണ്, അത് നമ്മൾ താഴേക്ക് കാണിച്ചു. ഓക്കെ, ദെൻ കാർബണിലെ ബാക്കിയുള്ള ഗ്രൂപ്പാണ് നമ്മൾ ഈ വരച്ചത്. ഓക്കെ, ഈ PH, CH3, H എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരച്ചു. ദെൻ കാർബണൈല് CH3. ഓക്കെ, ഇത്രയും നമ്മൾ വരച്ചു. അപ്പൊ ഇവിടെ നമ്മളെ ലാർജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസ് ആന്റി ടു ദ കാർബണൈൽ. ഓക്കെ, L ഈസ് ഓറിയന്റഡ് ആന്റി ടു കാർബണൈൽ. L കാർബണൈലിന് ആന്റി ആയിട്ടാണ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ വരച്ചു. അപ്പൊ ഇനി പറയുന്നത് ദ ഇൻകമിംഗ് ഗ്രൂപ്പ് പ്രിഫറൻഷ്യലി അറ്റാക്ക് ഓൺ ദ സൈഡ് ഓഫ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ സ്മോൾ ഗ്രൂപ്പ്. ഇൻകമിംഗ് ഗ്രൂപ്പ് സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെയാണ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഹൈഡ്രേറ്റ് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ H- എന്ന് പറയുന്നത് ഈ കാർബണിനെ ഈ സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെയാണ് അറ്റാക്ക് ചെയ്യുക, ഈ സൈഡിലൂടെ അല്ല. സോ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ H-ഉം ദെൻ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും, O-ഉം, അത് പിന്നീട് OH ആയിട്ട് മാറും. സോ ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടി? പ്രോഡക്റ്റ് കിട്ടി. ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യണം? പ്ലെയിനിലായിട്ട് വരക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ സോഹോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു Y പോലെയുള്ളേ, അത് നമ്മൾ അതുപോലെ വരക്കുക സോഹോഴ്സിൽ. ഓക്കെ, അപ്പൊ ഇവിടെ PH ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ H ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ വരക്കേണ്ടത് അടുത്ത കാർബൺ കാണിക്കുക, ദാറ്റ് ഈസ് CH3, ദെൻ OH. സോ OH അത് അതുപോലെ വരച്ചു. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കറിയാം PH-ഉം CH3-യും ആന്റി ആയിട്ടാണ് നമ്മൾ വരക്കുന്നത്, അല്ലെ? അപ്പൊ PH-ഉം CH3-യും ആന്റി ആവണം, അതായത് CH3 ഇങ്ങോട്ട് വരണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്ത് വരക്കാണ്. അപ്പൊ PH, H, CH3. ഇനി ഈ CH3 ഇവിടെ വരണം. ഓക്കെ, അപ്പൊ നമ്മൾ CH3 ഇങ്ങോട്ട് വരച്ചു. CH3 ഇവിടെ ആകുമ്പോൾ OH അതേപോലെ തന്നെ നമ്മൾ എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുക, ഇവിടെ ആയിരിക്കും OH വരിക. സോ OH ഇവിടെ വരും, ദെൻ H എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ, H ഇവിടെ വരും. ഇനി നമ്മൾ അതിനെന്ത് ചെയ്യുക? പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് PH അതുപോലെ തന്നെ CH3 ആന്റി ആയിട്ട് നമ്മൾ വരച്ചു. ഇനി ഈ PH-ൽ CH3 ടുവാർഡ്സ് ദി ഒബ്സർവറും H എവേ ഫ്രം ദി ഒബ്സർവറും ആണ്. ടുവാർഡ്സ് ദി ഒബ്സർവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാഷിൽ കാണിക്കും CH3, എവേ ഫ്രം ദി ഒബ്സർവർ എന്ന് പറയുമ്പോൾ നമ്മൾ വെഡ്ജിൽ കാണിക്കും. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ H ആണ് ടുവാർഡ്സ് ദി ഒബ്സർവർ, OH എവേ ഫ്രം ദി ഒബ്സർവർ ആണ്. സോ H ടുവാർഡ്സ് ദി ഒബ്സർവർ ആൻഡ് OH എവേ ഫ്രം ദി ഒബ്സർവർ. സോ നമുക്ക് നോക്കുമ്പോൾ OH ഡാഷിൽ, ഓക്കെ, OH ഡാഷിൽ, ദെൻ CH3 വെഡ്ജിൽ, CH3 വെഡ്ജിൽ. സോ ഇതാണ് നമ്മുടെ മേജർ ഡയാസ്റ്റീരിയോമർ എന്ന് പറയുന്നത്. സോ ക്രാംസ് റൂൾ പ്രകാരം നമുക്ക് കിട്ടി മേജർ ഡയാസ്റ്റീരിയോമർ ഇതാണ്. ഇനി ഇവിടെ OH വെഡ്ജിൽ വരുന്നതാണ് എന്ത്? മൈനർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ക്രാംസ് റൂൾ പ്രകാരം നമുക്ക് മേജർ ഡയാസ്റ്റീരിയോമർ ഏതാണെന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റി. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു? 4 ഗ്രൂപ്പിനെ, ഓക്കെ, അതിൽ കാർബണിൽ ഒഴികെയുള്ള 3 ഗ്രൂപ്പിനെ നമ്മൾ സ്മോൾ, മീഡിയം, ലാർജ് എന്ന് അസൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കാണ്. വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്മോൾ ഗ്രൂപ്പിന്റെയും മീഡിയം ഗ്രൂപ്പിന്റെയും ഇടയിലായിട്ടാണ് കാർബണിൽ ഓക്സിജൻ ഓറിയന്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് ലാർജ് ഗ്രൂപ്പിന് ആന്റി ആയിട്ടായിരിക്കും ഓറിയന്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻകമിംഗ് ന്യൂക്ലിയോഫൈലിനെ സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ കൊണ്ടുവരാം. ഓക്കെ, ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റൂല, ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് നമ്മൾക്ക് ന്യൂമാൻ പ്രൊജക്ഷനിൽ പ്രൊഡക്റ്റ് കിട്ടി. ഇനി അതിനെ പ്ലെയിനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിനെ സോഹോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു.
ആൻഡ് നമ്മളിങ്ങനെ ആന്റി ആയിട്ടാണ് അത് കാണിക്കുന്നത്. സോ ആന്റി ആയിട്ട് കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സോഹോഴ്സിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് വരുത്തി ദെൻ നമ്മൾ എന്ത് ചെയ്തു, പ്ലെയിനിൽ അതിനെ റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ക്രാംസ് റൂൾ പ്രകാരം മേജർ ഡയാസ്റ്റീരിയോമർ ഏതാണെന്ന് പ്രഡിക്ട് ചെയ്യുന്നത്. ഇനി അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. Felkin argued that the Cram model suffered a major drawback, an eclipsed conformation in the transition state between the carbonyl substituent and the largest alpha carbonyl substituent. അപ്പൊ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ലാർജസ്റ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ കാർബണൈലിലുള്ള സബ്സ്റ്റിറ്റ്യൂവന്റും എക്ലിപ്സ്ഡ് ആണ്. ഓക്കെ, അതൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. അപ്പൊ നമ്മുടെ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ലാർജ് ഗ്രൂപ്പും ഈ കാർബണൈലിലെ സബ്സ്റ്റിറ്റ്യൂവന്റും എക്ലിപ്സ്ഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ Felkin demonstrated that by increasing the steric bulk of the carbonyl substituent from methyl to isobutyl, the stereoselectivity also increased, which is not predicted by Cram's rule. അപ്പൊ ഇവിടെ നമ്മൾ ഈ R ഗ്രൂപ്പിന് പകരം മിഥൈൽ, ഇഥൈൽ, ഐസോപ്രോപ്പൈൽ, തെർട്ടിബ്യൂട്ടൈൽ ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റീരിയോ സെലക്ടിവിറ്റി കൂടുന്നുണ്ട്. ഓക്കെ, ഇവിടെ 74% ആണ് എരിത്രോ ഐസോമർ ഫോം ചെയ്ത്, ഇവിടെ 76, then 83, then തെർട്ടിബ്യൂട്ടൈൽ ആയ സമയത്ത് അത് 98% ആയി. അപ്പൊ ഇവിടെ ഈ R ഗ്രൂപ്പിന്റെ ബൾക്കിനെസ് കൂടുമ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റീരിയോ സെലക്ടിവിറ്റി കൂടുന്നത് എന്നുള്ളത് ക്രാംസ് റൂളിന് പ്രഡിക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏത് മോഡൽ വന്നു, ഫെൽക്കിൻ ആൻഡ് മോഡൽ വന്നു. അപ്പൊ ഫെൽക്കിൻ ആൻഡ് മോഡൽ പറയുന്നത് നമ്മൾ നേരത്തെ പോലെ ലാർജ്, മീഡിയം, സ്മോൾ ഗ്രൂപ്പിനെ അസൈൻ ചെയ്തു. എന്നിട്ട് ലാർജസ്റ്റ് ഗ്രൂപ്പിനെ നമ്മളിപ്പോ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു കാർബണൈൽ ഇൻ ന്യൂമാൻ പ്രൊജക്ഷൻ. ഇപ്പൊ ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കുന്ന സമയത്ത് ഇപ്പൊ ലാർജസ്റ്റ് ഗ്രൂപ്പും കാർബണൈലും പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ, ലാർജസ്റ്റ് ഗ്രൂപ്പും കാർബണൈലും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരക്കുന്നത്. Then nucleophile add to carbonyl group at an optimum angle of around 107. ഇപ്പൊ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് ഒരു കാർബണൈലിന് വിത്ത് റെസ്പെക്ട് ഒരു 107 ഡിഗ്രിയിലാണ്. അതാണ് ഒപ്റ്റിമം ആംഗിൾ എന്ന് പറയുന്നത്. Then the attack of nucleophile occur from the face of carbonyl group from the small sized group. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഓക്സിജനോട് അടുത്ത് മീഡിയം ഗ്രൂപ്പും അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്സിജനോട് അടുത്ത് മീഡിയം ഗ്രൂപ്പും അതുപോലെ തന്നെ ഇതിൽ ഓക്സിജനോട് അടുത്ത് സ്മോൾ ഗ്രൂപ്പുമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 107 ഡിഗ്രിയിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ 107 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓക്കെ ഏകദേശം ഇത്രയായിട്ട് വരും. ഇതാണ് 107 ഡിഗ്രി എന്ന് പറയുന്നത്. 90 ഡിഗ്രിയേക്കാൾ കുറച്ച് കൂടുതൽ. സോ 107 ഡിഗ്രി. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പിനോട് അടുത്തായിട്ടാണ് വരുന്നത്. ആൻഡ് ഇവിടെ വരുന്ന സമയത്ത് അത് മീഡിയം ഗ്രൂപ്പിനോട് അടുത്താ വരുന്നത്. ആൻഡ് സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവ് സ്മോൾ ഗ്രൂപ്പിന്റെ അടുത്ത് കൂടെ വരുമ്പോഴാണ്. അപ്പൊ ഇതായിരിക്കും മേജർ ഡയാസ്റ്റീരിയോമർ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ഫെൽക്കിൻ ആൻഡ് മോഡൽ വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ലാർജ് ഗ്രൂപ്പിനെയും കാർബണലിനെയും പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. അപ്പൊ അങ്ങനെ വരക്കുമ്പോൾ നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഓക്സിജന്റെ അടുത്ത് മീഡിയം ഗ്രൂപ്പ് വരുന്നതും അതുപോലെ തന്നെ ഓക്സിജന്റെ അടുത്ത് സ്മോൾ ഗ്രൂപ്പ് വരുന്നതും. അപ്പൊ അങ്ങനെ വരക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 107 ഡിഗ്രിയിലാണ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുക. അപ്പൊ കാർബണൈലിന് വിത്ത് റെസ്പെക്ട് 107 ഡിഗ്രിയിൽ. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്മോൾ ഗ്രൂപ്പിന്റെ അടുത്ത് കൂടിയാണ് ന്യൂക്ലിയോഫൈൽ വരിക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഗ്രൂപ്പിന്റെ അടുത്ത് കൂടിയാണ് വരിക. ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവ് സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ വരുമ്പോഴാണ്. സോ ഇതാണ് മേജർ ഡയാസ്റ്റീരിയോമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, COH. ദെൻ നമ്മുടെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് PH, മിഥൈൽ, ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് 3 ഗ്രൂപ്പ്സ് ഉണ്ട്, PH, CH3H. അപ്പോ ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ സ്മോൾ ഗ്രൂപ്പിലൂടെ വരുമ്പോഴാണ് എന്ത് അൺഹിൻഡഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ സ്മോൾ സൈഡിലൂടെ ന്യൂക്ലിയോഫൈൽ വരികയാണ്. സോ ഇവിടെ ന്യൂക്ലിയോഫൈൽ വന്നു. ഓക്കെ, സ്മോൾ സൈഡിലൂടെ ന്യൂക്ലിയോഫൈൽ വരികയാണ്. ഇതെന്തായിട്ട് മാറും, OH ആയിട്ട് മാറും. സോ OH, H. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാ വരക്കുക? ഓക്കെ, നമ്മൾ ആദ്യം PH, ദെൻ ഓക്കെ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് PHന്റെ ലെഫ്റ്റ് സൈഡിൽ Hഉം റൈറ്റ് സൈഡിൽ Mയും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ Hഉം റൈറ്റ് സൈഡിൽ Mയും. ദെൻ അടുത്തത് ഓക്കെ ന്യൂക്ലിയോഫൈൽ ആണ്. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ന്യൂക്ലിയോഫൈലിന്റെ ലെഫ്റ്റ് സൈഡിൽ OHഉം റൈറ്റ് സൈഡിൽ Hഉം, ലെഫ്റ്റ് സൈഡിൽ OHഉം റൈറ്റ് സൈഡിൽ Hഉം. ആൻഡ് നമ്മളിവിടെ PHഉം ന്യൂക്ലിയോഫൈലും ആന്റി റിലേഷനിലാണ് കാണിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരക്കണം. സോ
PH HMe. ദെൻ ന്യൂക്ലിയോഫൈൽ ഇവിടെ വരും, ദെൻ OH ഇവിടെ വരും, ദെൻ H ഇവിടെ വരും. ഓക്കെ, OH. സോ നമ്മൾ വരക്കാണ്. PH ഉം ന്യൂക്ലിയോഫൈലും ആന്റി ആയിട്ട് വരച്ചു. അപ്പൊ PH മിഥൈൽ ഗ്രൂപ്പ് ടുവാർഡ്സ് ദി ഒബ്സർവർ ആണ്, നമ്മൾ വെഡ്ജിൽ കാണിച്ചു. അതുപോലെ തന്നെ ഈ കാർബണിലെ OH ഉം ടുവാർഡ്സ് ദി ഒബ്സർവർ ആണ്, അത് നമ്മൾ വെഡ്ജിൽ കാണിച്ചു. അങ്ങനെയാണ് നമ്മൾ പ്ലെയിനിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മൾ ഈ കാർബണൈലിനെ ET മൈനസ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 107 ഡിഗ്രിയിലാണ് അറ്റാക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഓറിയന്റേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 107 ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെ അച്ചീവ് ചെയ്യാം, അതുപോലെ തന്നെ ഇങ്ങനെ അച്ചീവ് ചെയ്യാം. സോ ഇങ്ങനെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇത് സ്മോൾ ഗ്രൂപ്പിനോട് ക്ലോസർ ആയിട്ടാണ് ന്യൂക്ലിയോഫൈൽ വരുന്നത്. ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് ലാർജ് ഗ്രൂപ്പിനോട് ക്ലോസർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് ഫേവറബിൾ അല്ല, ഇതാണ് ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ളത്. ദെൻ ഇത് തന്നെ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഹൈഡ്രജൻ ഓക്സിജന്റെ അടുത്ത് വരുന്ന രീതിയിൽ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 107 എന്ന് പറയുന്നത് ഇവിടെ ലാർജ് ഗ്രൂപ്പാണ്. ആൻഡ് ഇവിടെ ഈ 107 എന്ന് പറയുന്നത് മീഡിയം ഗ്രൂപ്പിലോടും ക്ലോസർ ആയിട്ടാണ്. സോ ഇതും പോസിബിൾ അല്ല. ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. സോ ഇതാണ് നേരത്തെ ക്രാംസ് റൂളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് ഫെൽക്കിൻ ആൻഡ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ സ്റ്റെറിക് ബൾക്കിനെസ് കൂടുമ്പോൾ നമ്മളെ ഈ ലാർജ് ഗ്രൂപ്പ് കൂടുതൽ വലുതാവുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയോഫൈലിന് എന്ത് ചെയ്യാണ്, സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ മാത്രം അറ്റാക്ക് ചെയ്യുന്നത് അത് പ്രിഫർ ചെയ്യാണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം അത് എക്സ്ക്ലൂഡ് ചെയ്യാണ്, കാരണം ഈ ഗ്രൂപ്പ് ലാർജ് ആവുന്നത് കൊണ്ട്. സോ അങ്ങനെയാണ് സ്റ്റെറിക് ബൾക്കിനെസ് കൂടുമ്പോൾ സ്റ്റീരിയോ സെലക്ടിവിറ്റി കൂടുന്നുണ്ട് എന്നുള്ളത് ഫെൽക്കിൻ ആൻഡ് മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ക്രാംസ് റൂളും ഫെൽക്കിൻ ആൻഡ് മോഡലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ക്രാംസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ, ബട്ട് ഫെൽക്കിൻ ആൻഡ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ തിയററ്റിക്കൽ അപ്രോച്ച്. ഓക്കെ, ക്രാംസ് മോഡൽ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ആണ്, ഫെൽക്കിൻ ആൻഡ് മോഡൽ തിയററ്റിക്കൽ അപ്രോച്ച് ആണ്. In Cram's model, Newman projection is written in such a way that large group is eclipsed with R group. The approach of nucleophile will be from the less hindered side, and corresponding product will be major product. ഇനി ഫെൽക്കിൻ ആൻഡ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ ലാർജ് ഗ്രൂപ്പ് പെർപെൻഡിക്കുലർ ടു കാർബണൈൽ ആയിട്ടാണ് ഓറിയന്റ് ചെയ്യുന്നത്. ലാർജ് ഗ്രൂപ്പ് ഈസ് പെർപെൻഡിക്കുലർ ടു കാർബണൈൽ. ഓക്കെ, രണ്ട് കൺഫർമേഷൻസ് പോസിബിൾ ആകും. അതിലെ പ്രിഫേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ആണ് മേജർ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. സോ ക്രാംസ് റൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, കാർബണൈലും ലാർജ് ഗ്രൂപ്പും ആന്റി ആണ്, ന്യൂക്ലിയോഫൈൽ സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ വരുന്നു. ഫെൽക്കിൻ ആൻഡ് മോഡലിൽ കാർബണൈലും ലാർജ് ഗ്രൂപ്പും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്, ആൻഡ് ന്യൂക്ലിയോഫൈൽ സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെയാണ് വരുന്നത്. ഓക്കെ, സോ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒന്നും കൂടെ കാണിച്ചിരിക്കുകയാണ്. ക്രാംസ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ലാർജ് ഗ്രൂപ്പും കാർബണൈലും ആന്റി ആയിട്ട് വരച്ചു. ഇനി ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ഈ സൈഡിലൂടെയും അറ്റാക്ക് ചെയ്യാം, ഈ സൈഡിലൂടെയും അറ്റാക്ക് ചെയ്യാം. പക്ഷെ പ്രിഫർ ചെയ്യുന്നത് സ്മോൾ സൈഡിലൂടെയുള്ള അറ്റാക്ക് ആണ്, സ്മോൾ സബ്സ്റ്റിറ്റ്യൂവന്റിലുള്ള സൈഡിലൂടെയുള്ള അറ്റാക്ക് ആണ്. സോ നമുക്ക് അതായിരിക്കും മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യാം. മറ്റേ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി ഫെൽക്കിൻ ആൻഡ് മോഡലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കാർബണൈലിനെയും ലാർജ് ഗ്രൂപ്പിനെയും പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കാണ്. അപ്പൊ നമുക്ക് ന്യൂക്ലിയോഫൈലിന് രണ്ട് സൈഡിലൂടെ അറ്റാക്ക് പോസിബിൾ ആണ്, പക്ഷെ അതിൽ സ്മോൾ സൈഡിലൂടെ ഉള്ളതാണ് ഫേവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 107 എന്ന് പറയുന്നത് സ്മോൾ സൈഡിലൂടെയാണ് വരിക, ഇവിടെ 107 എന്ന് പറയുന്നത് മീഡിയം സൈഡിലൂടെയാണ് വരിക. സോ സ്മോൾ സൈഡിലൂടെയുള്ള അറ്റാക്ക് ആണ് ഫേവറബിൾ, അതായിരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസിൽ പറയാനുള്ളത്. സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുമ്പോൾ അവിടെ കൈറാൽ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ട്രേറ്റ് തന്നെയാണ്. നമ്മുടെ അസിമെട്രിക് സിന്തസിസിന് വേണ്ട കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ട്രേറ്റ് തന്നെയാണ്. ഓക്കെ, അത് ആൽഫ കൈറാൽ ആയിട്ടുള്ള കാർബണൈൽ കോമ്പൗണ്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 1-2 അസിമെട്രിക് ഇൻഡക്ഷൻ ആണ്. ആൻഡ് അതിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി കൈറാൽ സെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡയാസ്റ്റീരിയോമസ് ആയിരിക്കും. അപ്പൊ അതിൽ മേജർ ഡയാസ്റ്റീരിയോമർ ഏതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നമുക്ക് രണ്ട് മോഡലാണുള്ളത്, ക്രാംസ് റൂളും ഫെൽക്കിൻ ആൻഡ് മോഡലും. സോ ക്രാംസ് റൂളിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, ക്രാംസ് റൂളിൽ നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കും. ന്യൂമാൻ പ്രൊജക്ഷൻ വരക്കുമ്പോൾ നമ്മുടെ കാർബണൈൽ ഓക്സിജനും ലാർജ് ഗ്രൂപ്പും ആന്റി ആയിട്ടാണ് വരക്കുക. ദെൻ ന്യൂക്ലിയോഫൈലിന്റെ അറ്റാക്ക് സ്മോൾ സൈഡിലൂടെ ആയിരിക്കും. ദെൻ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് എഴുതുക. ഇനി ഫെൽക്കിൻ ആൻഡ് മോഡൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ലാർജ് ഗ്രൂപ്പും അതുപോലെ തന്നെ കാർബണൈലും ആന്റി ആയിട്ടായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഓറിയന്റ് ചെയ്യുക.
അപ്പൊ അങ്ങനെ രണ്ട് കൺഫർമേഷൻസ് പോസിബിൾ ആണ്. ആൻഡ് അതിലെ പ്രിഫേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ ഓറിയന്റ് ചെയ്യുന്നതാണ്. സ്മോൾ ഗ്രൂപ്പിന്റെ സൈഡിലൂടെ ന്യൂക്ലിയോഫൈൽ വരുന്നതാണ്. സോ ഇതായിരിക്കും പ്രിഫേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. സ്മോൾ സൈഡിലൂടെ ആയിരിക്കും ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്. സോ അതായിരിക്കും നമ്മുടെ മേജർ ഡയാസ്റ്റീരിയോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.